ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് ചിക്കനെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞു. ചിക്കൻ വാങ്ങി തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മളെ നാട്ടിലുള്ള ഫാമിലേക്ക് പോകുന്ന ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൾക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തെല്ലാം ഇറങ്ങിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓളെയും കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ മൂന്നാളും കൂടിയാണ് പോകുന്നത്. ചിച്ചാട്ടെ പല്ലിയാച്ചാട്ടെ വിഷ്ണുട്ടെ പോക്കറേ വാടാ പോക്കറേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നാട്ടിലുള്ള ഫാം. നമ്മളധികം ഇവിടെ നിന്ന് ചിക്കൻ വാങ്ങൽ. അപ്പോൾ അവിടെ ചെറിയൊരു അക്വേറിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചെറിയൊരു അക്വേറിയം ഉണ്ട്, അതുപോലെ വേറെ പശുക്കളുണ്ട്, പിന്നെ എന്താ പ്രാവുണ്ട്. അവിടെ നമ്മൾ നേരെ ആലഞ്ചേരി സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി, അരിയും ഉള്ളിയെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അമ്മ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അമ്മയെല്ലാം പോയി. നമ്മളങ്ങനെ ചിക്കൻ എന്നാൽ പെട്ടെന്ന് ആക്കാമെന്ന് വെച്ചിട്ട് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കനെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ പെരക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ, നാരങ്ങ നീര്, പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും കൂടിയിട്ടാണ് പെരക്കി വെച്ചിട്ടുള്ളത്. ഇതൊരു അരമണിക്കൂർ വെക്കണം. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു കേട്ടോ. ഉള്ളി മുറിക്കുന്നു. ഏട്ടന് പിന്നെ പാചകം ചെയ്യുമ്പം തലയിൽ കെട്ടണം, എന്തിനാണെന്നറിയില്ല. എന്തിനാട്ടാ? ഷെഫുമാരെങ്ങനെയാണ്? ഇവിടുത്തെ ഷെഫ്. അപ്പോൾ നമ്മളെന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ ആവുമെന്ന് നോക്കാം. ആദ്യമായിട്ടല്ലേ ആക്കുന്നല്ലേ? വീട്ടിലാദ്യമായിട്ടല്ലേ ആക്കുന്നത്? അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി കുറച്ചരിഞ്ഞു, ബാക്കി ഇരുന്ന് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടെണ്ണം ഒപ്പരം വെച്ചാൽ അതുകൊണ്ട് ഇതിന് എങ്ങനെ മുറിക്കണം എന്നുള്ള രീതി കിട്ടുന്നില്ല. അല്ല പിന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ വരില്ല. ഇത് അതാ പ്രശ്നം. നമുക്കതാണ് പീസായി കിട്ടുന്നത്. ബാക്കി ഇതിന് നടുവാനും കിട്ടുന്നുണ്ട്. ലെയർ പോലെ കിട്ടും. ചെറിയതുണ്ടാവുന്നുണ്ടോ? ക്യാപ്സിക്കം മുറിക്കണം. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായേ. ക്യാപ്സിക്കം മുറിച്ച് വെച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ചാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തയിലേക്ക് പോയി ഇഞ്ചിയും വെളുത്തുള്ളിയും അഴിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ട്
പച്ചമുളക്, നമ്മളെ ക്യാപ്സിക്കം ഉള്ളി നല്ല പിന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസാണ്. സോയാ സോസ് വേണം. അപ്പോൾ സോയാ സോസ് നമ്മളിവിടെ വീട്ടിലില്ല. നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാകുമ്പോഴേക്ക് ഞാനിവിടെ നെയ്ച്ചോറാകാൻ വേണ്ടിയിട്ട് അരി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒപ്പരം തന്നെയാണ് കേട്ടോ ആക്കൽ. ചില ആളെല്ലാം അടുപ്പത്ത് ഇങ്ങനെ എന്താ ചൂടുവെള്ളം വെച്ചിട്ട് അരി കഴുകി അങ്ങനെയെല്ലാം ആക്കലുണ്ട്. നമ്മളെല്ലാം കൂടി ഒപ്പരം കുക്കറിലിട്ടിട്ട് ആക്കലാണ്. അപ്പോൾ അരി കഴുകി അതിൻ്റെ അകത്ത് പട്ടയും ഗ്രാമ്പും എല്ലാം ഇടുമെന്ന്. പിന്നെ ഇനി നെയ്യ് ഒഴിക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമ്മൾ കുക്കറിൽ വെക്കും. ഇതെന്നാട്ടാ? ഇത് കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ കലക്കിയത്. അങ്ങനെ നമ്മളിത് ഈ കോൺഫ്ലവർ മിക്സാക്കി ഇതിനകത്ത് കുറച്ച് സ്റ്റീം കൂട്ടി കൊടുക്കുക. ചോറ് അടുപ്പത്ത് വെച്ച് അങ്ങനെ നമ്മളെ ചില്ലി ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസ് പോലെ ഇനി എന്നാലും ചൂട് തണിയുമ്പോഴൊക്കെ സെറ്റാവും. കാണാൻ സൂപ്പറാണ് കേട്ടോ. സൂപ്പറാ. പിന്നെ ഒന്നാമത് നമ്മൾക്ക് സോയാ സോസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കളറിൻ്റെ ചെറിയൊരു നമ്മൾ നാടൻ സ്റ്റൈലിലാണ്. അപ്പം നമ്മൾ കളറിന് പിന്നെ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കൂടുതൽ. ആകെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ 2 സോസ് മാത്രമല്ല നമ്മൾ ചെയ്യില്ലോ. അന്നത്തന്നെ അപ്പുറത്ത് ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് എനിക്ക് വന്നു അല്ലേ? മമ്മമ്മ തിന്നാ ചോറുമായി കേട്ടോ. കുറച്ച് തൈരാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ചോറെല്ലാം തിന്നിട്ട് കുറേ പാത്രമെല്ലാം കഴുകി അടുക്കളയിൽ വൃത്തിയാക്കിയത്. അച്ഛനും മോളും അച്ഛൻ കിടന്നതാണ്. മോള് ബേബിസ്റ്റ് കളിക്കാൻ പോകും. പിന്നെ മോളെ കുളിപ്പിക്കാൻ വേണ്ടി നോക്കുമെന്ന് കേട്ടോ. നോക്കിതാ വെളിച്ചെണ്ണയെല്ലാം ഏട്ടൻ തേച്ച് കൊടുത്ത് ഏട്ടൻ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുകയും ചെയ്യുന്നത്. സാധാരണ ലീവുള്ള ദിവസമെല്ലാം ഏട്ടനാണ് മോളെ കുളിപ്പിക്കൽ. ആ സമയം കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പണിയെടുക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഏട്ടൻ മോളെ കുളിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് അലക്കാനെല്ലാം ഉണ്ടായിരുന്നു. മോളതും നമ്മളതെല്ലാം ആയിട്ട് അലക്കാനെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ആ സമയം കൊണ്ട് അലക്കിയിട്ട് എന്നിട്ട് ഞാൻ മുകളിൽ വിരിച്ചിടുക. പിന്നെ ഇന്ന് രാവിലെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തുണിയെല്ലാം ഏകദേശം ഉണങ്ങി കിട്ടിയിരുന്നു. അതുകൊണ്ട് ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത് മാറ്റി വെച്ച് അതുകൊണ്ട് കുറേ അയക്കെല്ലാം ഒഴിഞ്ഞ് കിട്ടി. അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞ് വേഗം വിരിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കേട്ടോ. പിന്നെ രാമായണ മാസമല്ലേ, അപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് കുറേ വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അമ്പലത്തിൽ പോയിനേനും. പിന്നെ ഞാൻ പെട്ടെന്ന് ഏട്ടനോട് ചോദിച്ച് ഏട്ടൻ നമുക്കിങ്ങനെ വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് ഏട്ടൻ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അടുത്തുള്ള നാറാത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയേ. എൻ്റെ അമ്പലത്തിൻ്റെ കുളമാണ്, വലിയ കുളമാണ്. അപ്പോൾ അമ്പലത്തിൽ അങ്ങനെ നമ്മൾ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ മോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി.
ഇനി ഇതാ അമ്മ ചോറുണ്ണാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഏട്ടനും തിന്ന് ഞാനും തിന്ന്. മോള് നേരത്തെ ഉറങ്ങുന്ന കേട്ടോ, നല്ല ഉറക്കേനു. അപ്പോൾ നമ്മളും പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. താങ്ക് യു.